മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനത്തിൽ കണ്ണുതള്ളി കേരളം. വൈദ്യുതി മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹത്തിന്റെ അളിയനെ കഴിഞ്ഞ ദിവസമാണ് നിയമിച്ചത്. അത് വലിയ വിവാദമായിരുന്നു. അതിന് അദ്ദേഹം നൽകിയ ന്യായീകരണം, ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്ന തൻ്റെ അളിയൻ വെറും ഒരു ബന്ധു മാത്രമല്ല, മറിച്ച് കണ്ണൂർ DCC അധ്യക്ഷനാണ് എന്നു മാത്രമല്ല, ഈ പറയുന്ന ബെന്നി ജോസഫിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് എല്ലാം കൊണ്ടും ഏത് നിലയ്ക്ക് നോക്കിയാലും ഏത് യുക്തി അനുസരിച്ച് നോക്കിയാലും അത് അങ്ങേയറ്റം ശരിയാണ്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനം എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയിലൂടെയോ അഭിമുഖത്തിലൂടെയോ നൽകേണ്ട ഒന്നല്ല എന്നും KPCC അധ്യക്ഷനും ഒപ്പം തന്നെ ഇപ്പോഴത്തെ മന്ത്രിയുമായിട്ടുള്ള സണ്ണി ജോസഫ് അതിനെ ന്യായീകരിച്ചിരുന്നു. ആ ന്യായീകരണം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. അത് എന്റെ ഒരു ബന്ധു എന്ന നിലയിലല്ല അതിന്റെ അടിസ്ഥാനം. ഇവിടെ വ്യക്തമാക്കിയതാണ്. ഒന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സർക്കാരിന്റെ ഡെപ്യൂട്ടേഷനിലായിരിക്കണം എന്നതാണ് ഒരു നിബന്ധനയുള്ളത്. അല്ലാതെ അതിനേതെങ്കിലും ആളുകൾ അയോഗ്യരാണ് എന്ന യാതൊരു വ്യവസ്ഥയുമില്ല. പിന്നെ ഇതിന് ഒരു അപേക്ഷ സ്വീകരിച്ച് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് ടെസ്റ്റും ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നടത്തുന്ന ഒരു നിയമനമല്ല. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷനും കോൾ ഫോർ ചെയ്തിട്ടില്ല, ഇതിനൊരു ടെസ്റ്റ് നടത്തിയിട്ടില്ല, ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. ഇത് കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ആലോചനയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആ റിലേറ്റീവ് എന്നുള്ളതാണോ കട? എനിക്ക് അനുജനുണ്ട്, വേറെ അനുജനുണ്ട്, വക്കീലായ അനുജനുണ്ട്. അവനെയല്ല വെച്ചത്. ഞാൻ വെച്ചത് 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഇരിട്ടിയിലെ എല്ലാ പാർട്ടിക്കാരുമുള്ള ഇരിട്ടി മഹാത്മാഗാന്ധി പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി, എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ്. ഞാൻ ഇലക്ഷൻ കൗണ്ടിങ്ങിന് പോയിട്ടില്ല. ഞാൻ കൗണ്ടിങ് ഡേയിൽ ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ കൗണ്ടിങ്ങിന് പോകാതെ എൻ്റെ കാര്യങ്ങൾ, ഇലക്ഷൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എൻ്റെ ചീഫ് ഏജന്റായിട്ട് പ്രവർത്തിച്ച നല്ല ക്യാരക്ടറുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഒരു വിവാദത്തിനും വഴി കൊടുക്കാത്ത കഴിവുള്ള, ബുദ്ധിയുള്ള, എനിക്ക് കൂടി സ്വീകാര്യതയുള്ള, വിശ്വാസമുള്ള ഒരാളാണ് ബെന്നി തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു കാര്യം കൂടി എന്നോട് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, ഡൽഹി ആയിട്ടൊക്കെ ഒരുപാട് നാള് ഭരണപരമായ ബന്ധമുള്ള ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സ്റ്റാഫിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഞാൻ വെച്ചത് എൻ്റെ പ്രവർത്തനം, മന്ത്രി എന്നതിലുള്ള എൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാകാൻ, ജനോപകാരപ്രദമാകാൻ, വിജയകരമാകാൻ, ഫലപ്രദമാകാൻ സഹായിക്കുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ്. പൊതുപ്രവർത്തനത്തിന്റെ പരിചയസമ്പത്തുള്ള ഒരാളെയാണ്, നല്ല ക്യാരക്ടറുള്ള ഒരാളെയാണ് ഞാൻ വെച്ചത്. പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച ഒരു വിഷയം CPIMന്റെ ബന്ധു നിയമനമാണ്. KK രാഗേഷിന്റെ ഭാര്യയെ കണ്ണൂർ സർവകലാശാലയിൽ നിയമിച്ചിരിക്കുന്നു. ഇതാ EP ജയരാജന്റെ ബന്ധുവായിട്ടുള്ള PK സുധീർ നമ്പ്യാരെ സർക്കാർ നിയമിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ 6 വർഷത്തെ CPIMന്റെ ബന്ധു നിയമനങ്ങൾ അന്വേഷിക്കണമെന്നായിരുന്നു VD സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ചത്. എന്നു മാത്രമല്ല, CPMനെ കടന്നാക്രമിക്കാനായി ഈ ബന്ധു നിയമനത്തെ KPCC അധ്യക്ഷനും ഇപ്പോഴത്തെ മന്ത്രി കൂടിയായ സണ്ണി ജോസഫും VD സതീശനും ഏറ്റവും കൂടുതൽ CPIMനെ കടന്നാക്രമിച്ചത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇപ്പോൾ അവർ ബന്ധു നിയമനം നടത്തുമ്പോൾ രണ്ടുപേർക്കും മിണ്ടാട്ടമില്ല. ന്യായീകരണം കേട്ടാൽ വിചിത്രമായ ന്യായീകരണമാണ്. ഈ പറയുന്ന സണ്ണി ജോസഫിന്റെ ന്യായീകരണത്തെക്കാൾ വിചിത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന അന്നത്തെ
പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശന്റെ നിലപാട്, അന്ന് ബെന്നി ജോസഫിനെ നിയമിച്ച ദിവസം സതീശൻ കർണാടകയിലായിരുന്നു. DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെയായിരുന്നു. അതിനുശേഷം മടങ്ങി വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ലയോ VD സതീശ, ഇപ്പോൾ പിന്നെ ബന്ധു നിയമനം നടക്കുന്നു, എന്താണ് താങ്കളുടെ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എടുപിടി എന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് പരിശോധിച്ച് പറയും. ഇതേ സതീശൻ തന്നെയാണ് നേരത്തെ ബന്ധു നിയമനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2022 ഓഗസ്റ്റ് 18 പത്രക്കാരെ കണ്ടത്. അതായത് LDF ഭരണകാലത്ത് 6 വർഷം നടന്ന നിയമനങ്ങളെല്ലാം തന്നെ ബന്ധു നിയമനങ്ങളായിരുന്നു. അന്ന് അദ്ദേഹം ആരോപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫും ഈ പറയുന്ന VD സതീശനും UDF പ്രവർത്തകരെ ഇളക്കി വിട്ടത് ഈ പറയുന്ന ബന്ധു നിയമനം CPM നടത്തുന്നു എന്ന പേരിലാണ്. നടക്കുന്നത് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമനങ്ങൾ ബന്ധുക്കളെ നിയമിക്കുക, ഏറ്റവും CPMന്റെ ബന്ധുക്കളെ മുഴുവൻ നിയമിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഈ പോസ്റ്റ് മുഴുവൻ റിസർവ് ചെയ്ത് വെക്കുക. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടന്നത് കേരളത്തിലെ ഒരു പൊതുസമൂഹവും കേരളത്തിലെ ചെറുപ്പക്കാരും എങ്ങനെയാണ്, ഒരു അക്കാഡമിക് സമൂഹം എങ്ങനെയാണിത് എടുക്കുന്നതെന്ന് ഗവൺമെന്റിന് ബോധ്യമാകണ്ടേ. ഗവൺമെന്റ് എന്നിട്ടും ന്യായീകരണം നടത്തിക്കൊണ്ട് ഈ ഇത്തരം ബന്ധു നിയമനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് പൊതുസമൂഹത്തിലുണ്ടാകുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലും അക്കാഡമിക് സമൂഹത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തായിരിക്കും എന്ന് സർക്കാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു. ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്നയാൾ നടത്തിയിട്ടുള്ള ബന്ധു നിയമനങ്ങൾ കേട്ടാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. അത്തരത്തിലുള്ള ബന്ധു നിയമനമാണ് നടത്തിയിട്ടുള്ളത്. ബെന്നി തോമസിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിരവധി ബന്ധുക്കളെ, ഏതാണ്ട് 10ഓളം ബന്ധുക്കളെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ബന്ധു നിയമനം എന്ന നിലയിൽ തിരികെ കയറ്റിയിരിക്കുന്നത്. MV ജയരാജനാണ് ഈ സണ്ണി ജോസഫിന്റെ ഈ ഒരു തട്ടിപ്പ് ഇന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം മടങ്ങി വരാം. KPCC പ്രസിഡന്റും മന്ത്രിയുമായ ശ്രീ സണ്ണി ജോസഫിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അദ്ദേഹം ബന്ധു നിയമനത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇത് പൊളിറ്റിക്കലായ ഒരു നിയമനമാണ്. മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് പൊളിറ്റിക്കൽ നിയമനമാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇക്കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ബന്ധുക്കളായ 10 പേരെ ജോലിയിൽ നിയമിക്കുകയും മകളെ MBBSന് പരിയാരം മെഡിക്കൽ കോളേജിൽ അർഹതപ്പെട്ട റാങ്കുകാരെ മറികടന്ന് പ്രവേശനം നൽകുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി സണ്ണി ജോസഫ്, അതായത് ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് തിരികെ കയറ്റിയ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ലിസ്റ്റും പദവിയുമാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ഷാജി ജോസഫ്, അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനാണ്. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക്, ഇപ്പോൾ കേരള ബാങ്ക് എന്നറിയപ്പെടുന്ന പഴയ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. രണ്ടാമത് ഷെല്ലി ജോസഫ്. ഷെല്ലി ജോസഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക്, ഇപ്പോൾ കേരള ബാങ്ക് എന്ന് പറയുന്ന പഴയ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. മൂന്നാമത് ഐസൽ ജോസഫ്, അദ്ദേഹത്തിന്റെ സഹോദരനാണ്. ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. 4, ബെന്നി തോമസ്, അദ്ദേഹത്തിന്റെ അളിയനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക്, ഇപ്പോൾ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ബെന്നി തോമസ്. ഇനി 5ാമത് ജോസ് എടത്താഴെ, അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനാണ്. ഈ ജോസ് എടത്താഴെ ജോലി ചെയ്യുന്നത് മണത്തണ സർവീസ് സഹകരണ ബാങ്കിലാണ്. അടുത്തത് 6ാമത്തെയാൾ ഡെയ്സി തോമസ്, സണ്ണി ജോസഫിന്റെ ഭാര്യയുടെ സഹോദരിയാണ് ഡെയ്സി തോമസ്. ഡെയ്സി തോമസ് എരുവശ്ശേരി സഹകരണ സർവീസ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. 7ാമതായി
ജോഷി തോമസ്. അതായത് സണ്ണി ജോസഫിന്റെ അളിയന്റെ സഹോദരനാണ് ഈ ജോഷി തോമസ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് തലശ്ശേരി രൂപത എഡ്യൂക്കേഷണൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി 8ാമതായി ആശ റോസ്, മകളാണ്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് ആശ റോസ് ജോലി ചെയ്യുന്നത്. 9 അഞ്ജു റോസ്, അത് മകളാണ്. 24,945 റാങ്കുകാരിയായ മകൾക്ക് റാങ്ക് മറികടന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ 2006 UDF ഭരിക്കുമ്പോൾ MBBS പ്രവേശനം നൽകിയിട്ടുണ്ട് എന്നത് നമ്മൾ മറന്നുകൂടാ. 10ാമത് ഗിരീഷ് കുമാർ, സ്വന്തം ഡ്രൈവർ. UDF ഭരണകാലത്ത് മന്ത്രി KC ജോസഫിന്റെ സ്റ്റാഫ്, ശമ്പളം മന്ത്രി ഓഫീസിൽ നിന്നുമാണ്, ജോലി സണ്ണിയുടെ കൂടെയും. ഇനിയുമുണ്ട് ഈ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട MV ജയരാജൻ പറയുന്ന ബന്ധു നിയമനങ്ങൾ. ഇത്രയും 10 പേർ മാത്രമല്ല, ഇനിയുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1985-90 സണ്ണി ജോസഫ് പ്രസിഡന്റായിരുന്ന ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ 9 ഒഴിവുകൾ ഉണ്ടായിരുന്നു. അതിൽ 8 കോൺഗ്രസുകാരെ അദ്ദേഹം കോഴ വാങ്ങി നിയമിച്ചെന്നും MV ജയരാജൻ ആരോപിക്കുന്നു. എന്ന് മാത്രമല്ല, ബെന്നി തോമസ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബെന്നി തോമസ് ഒരു കുളം നികത്തലുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആളാണെന്ന് കൂടി MV ജയരാജൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ബെന്നി തോമസിന്റെ മറ്റൊരു ചരിത്രം, അദ്ദേഹം 2000-2005 കാലത്ത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അക്കാലത്ത് പരിക്കളം ഒരു കുളം നിർമ്മിച്ചു. അതിനെതിരെ വിജിലൻസിൽ പരാതി കൊടുത്തു ബഹുജനങ്ങൾ. സമരം നടന്നു. വിജിലൻസ് കേസെടുത്തു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ കേസ് ഒതുക്കി. ഇതേ ബെന്നി തോമസിനെ ഇരിട്ടിയിലെ നിരവധി കോൺഗ്രസുകാരായ മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് ഇരിട്ടി MG കോളേജിലെ ഡയറക്ടറാക്കി. ആ ഡയറക്ടർ നോമിനേഷൻ പൊളിറ്റിക്കൽ നോമിനേഷൻ ആയിരുന്നുവോ? ബെന്നി തോമസിന് പുറമെ മന്ത്രിയുടെ ഭാര്യ സഹോദരൻ ജോസ് എടത്താഴെ, അദ്ദേഹത്തെ മണിത്തണ സർവീസ് സഹകരണ ബാങ്കിലാണ് നിയമിച്ചത്. ഡെയ്സി തോമസ് ഭാര്യ സഹോദരിയാണ്, എരുവേശി സർവീസ് സഹകരണ ബാങ്കിൽ നിയമിച്ചു. ജോഷി തോമസ് അളിയന്റെ സഹോദരനാണ്, അളിയൻ തന്നെ. അദ്ദേഹത്തെ തലശ്ശേരി രൂപത എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് നിയമിച്ചത്. ആശ റോസ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മകളാണ്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് നിയമിച്ചത്. ആ നിയമനത്തിനെതിരെ കോൺഗ്രസുകാർ തന്നെ പരാതി കൊടുത്തിരിക്കുകയാണ്. അത് ചട്ടവിരുദ്ധമായ നിയമനമായിരുന്നു എന്നതാണ് ഉയർന്നു വന്ന ആക്ഷേപം. അഞ്ജു റോസ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മകളാണ്. എങ്ങനെയാണ് അഞ്ജു റോസിന് പരിയാരം മെഡിക്കൽ കോളേജിൽ 2006 MBBS പ്രവേശനം കിട്ടിയത്? അഞ്ജു റോസിന്റെ റാങ്ക് 24,945 കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ 24,945 റാങ്കുള്ള ഒരാൾക്ക് കിട്ടുമോ? അക്കാലത്ത് 1000 ആളുകൾക്ക് മാത്രമേ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ പരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അക്കാലത്ത് ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായതുകൊണ്ട് ചട്ടം മറികടന്ന്, റാങ്ക് മറികടന്ന് MBBS പ്രവേശനം നൽകി. യഥാർത്ഥത്തിൽ ബന്ധു നിയമനം എന്ന പ്രശ്നം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെയുള്ള ബന്ധുമിത്രാദികളെ നിയമിക്കുകയും ഒപ്പം മകൾക്ക് MBBS റാങ്ക് മറികടന്ന്, അർഹതപ്പെട്ടവരെ മറികടന്ന്
അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തയാളാണ് ഇന്നിപ്പോ ഞാൻ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്ത അളിയൻ അത് പൊളിറ്റിക്കൽ നിയമനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് എന്താ പറയാനുള്ളത്? ഇത് മാതൃകയാക്കിയാൽ സ്വന്തക്കാരെ മാത്രമായിരിക്കുമല്ലോ UDF 5 കൊല്ലം ഇവിടെ ഭരിക്കുമ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മാത്രമല്ല മറ്റ് മേഖലകളിലും നിയമിക്കുക. ഇപ്പോഴാണെങ്കിൽ മെന്റർമാരായ ആദിവാസികളെ 247 പേരെ 9-10 വർഷമായി ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടുകയും അതുപോലെ മറ്റു പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന താൽക്കാലികക്കാരെ പിരിച്ചുവിടുകയും ചെയ്യുക വഴി സംസ്ഥാനത്താകെ ബന്ധു നിയമനത്തിന്റെ കളമൊരുക്കിയിരിക്കുകയാണ്. ബന്ധു നിയമനത്തിന്റെ ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പദവിയിൽ ഇരിക്കുന്നത് എന്നതാണ് സത്യം. ഇതിനെതിരെ കോൺഗ്രസിൽ തന്നെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു എന്നതാണ് പല പരാതികളും ഹൈക്കമാൻഡിലേക്ക് അയക്കുകയും KPCC യോഗത്തിൽ തന്നെ വിമർശനവും ഉയർന്നു വരികയും ചെയ്യാൻ ഇടയായത്. ഇങ്ങനെ കോൺഗ്രസിന് ആധിപത്യമുള്ള സഹകരണ ബാങ്കുകളിലും മറ്റുമായി സണ്ണി ജോസഫ് തിരികെ കയറ്റിയ ബന്ധുക്കളുടെ എണ്ണമാണ് ഇപ്പോൾ MV ജയരാജൻ പുറത്തുവിട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനത്തിൽ ഞെട്ടി നിൽക്കുകയാണ് കേരളം. നമ്മൾ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനായ ബെന്നി തോമസ് മാത്രമേ ഇത്തരത്തിൽ വന്നിട്ടുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. അതിന് പിന്നിൽ 10 പേരെയാണ് സണ്ണി ജോസഫ് ഇങ്ങനെ തിരികെ കയറ്റിയിരിക്കുന്നത്. ബന്ധുത്വ നിയമനം എന്ന പേരിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നാണ് MV ജയരാജന്റെ ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് പുറത്തുവരുന്ന വാർത്തകൾ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.